സംസ്ഥാന സർക്കാരിനെയും പ്രതിപക്ഷത്തെയും രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളം മാറി മാറി ഭരിക്കുന്നത് അഴിമതി സർക്കാരുകളാണ്. സംസ്ഥാനത്ത് ക്രമസമാധാന നില മോശമാണെന്നും ക്രിസ്ത്യൻ പുരോഹിതർ പോലും ആക്രമണത്തിന് വിധേയരാകുന്നുവെന്നും വിമർശനം. LDFിനെ കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രമാണ്. OBC ബില്ലിനെയും മുത്തലാഖിനെയും അവർ എതിർക്കുന്നു. വിശ്വാസങ്ങളെ തകർക്കാനാണ് UDFും LDFും ശ്രമിക്കുന്നതെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ പ്രധാനമന്ത്രി കേരളത്തിലും ഇത്തവണ താമര വിരിയുമെന്ന് പ്രഖ്യാപിച്ചു. പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ശരണം വിളിച്ചും മലയാളത്തിൽ അഭിസംബോധന ചെയ്തുമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം ആരംഭിച്ചത്. പത്തനംതിട്ടയിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുകയാണ്. ഹാഷ്മി, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായില്ല, അതുകൊണ്ട് തന്നെ കേരളത്തിന് വേണ്ടി സ്പെഷ്യലായുള്ള എന്തെങ്കിലുമൊക്കെ പരാമർശങ്ങൾ ഉണ്ടാകും എന്ന് കരുതി. പക്ഷേ അതുണ്ടായില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്തിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിച്ച് അതൊരു രാഷ്ട്രീയ വിമർശനമാക്കണ്ട എന്നതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും പ്രധാനമന്ത്രി ഇടത് വലത് മുന്നണികളെ കടന്നാക്രമിക്കുന്നതിൽ ഒട്ടും പിശുക്ക് കാണിച്ചിട്ടുമില്ല. അതെ അതെ കൃഷ്ണ, എന്ന് പറഞ്ഞാൽ ഇവിടെ ഇലക്ഷൻ തീയതി നാളെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ടൊരു ബിഗ് ഡിക്ലറേഷൻ, വലിയ പ്രഖ്യാപനങ്ങൾക്ക് നടത്താൻ ഉള്ള അവസാന മണിക്കൂറാണ് പ്രധാനമന്ത്രി. അങ്ങനെ ഒരു വലിയ പ്രഖ്യാപനത്തിന്റെ ഒരു പ്രസംഗം ഉണ്ടായില്ല പ്രധാനമന്ത്രി. പക്ഷേ ഇടതു വലതു മുന്നണികളെ കണക്കിന് പ്രഹരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത്തവണ 400-ലധികം സീറ്റ് കേരളത്തിൽ പിടിക്കുമെന്ന് ആത്മവിശ്വാസം നരേന്ദ്രമോദി പ്രകടിപ്പിക്കുന്നു. LDFും UDFും വികസനങ്ങളെ തടസ്സപ്പെടുത്തുകയാണ്. കേരളത്തിൽ മാറി മാറി വരുന്ന അഴിമതി സർക്കാരുകളാണ്. ക്രിസ്ത്യൻ പുരോഹിതർ പോലും ആക്രമണത്തിന് വിധേയരാകുന്നു. LDFും UDFും മാറി മാറി വരുന്നത് അവസാനിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. കേരളത്തിലെ സുഹൃത്തുക്കൾ ഡൽഹിയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ശത്രുക്കൾ ഡൽഹിയിലെ സുഹൃത്തുക്കളാണ് എന്നൊക്കെ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വരുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ പറയുന്ന പതിവ് പ്രസംഗം തന്നെയാണ് ഇവിടെ ഉണ്ടായത്. ഇപ്പോൾ അനിൽ കെ ആന്റണിയോട് അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച ശേഷം തൊട്ടു പിന്നാലെ വരുന്ന അല്ലെങ്കിൽ കേരളത്തിലെ പ്രചരണ ഉദ്ഘാടനം എന്ന് തന്നെ, കേരളത്തിലെ NDAയുടെ അല്ലെങ്കിൽ BJPയുടെ പ്രചരണ ഉദ്ഘാടനം എന്ന് തന്നെ വിളിക്കാവുന്ന കൃത്യമായ ആ യോഗത്തിൽ പോലും പ്രധാനമന്ത്രി മറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ കോൺഗ്രസിനെയും CPMനെയും LDFനെയും UDFനെയും മാറി മാറി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ഇക്കുറി 2 ഡിജിറ്റ് ഇവിടെ നിന്ന് BJP അല്ലെങ്കിൽ NDA സീറ്റുകൾ കരസ്ഥമാക്കുമെന്ന് ആവർത്തിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അല്പസമയം മുൻപാണ് പ്രസംഗം പൂർത്തിയാക്കി കൊച്ചിയിൽ നിന്നും അദ്ദേഹം തെലങ്കാനയിലേക്ക് പോകുന്നു. കൃഷ്ണ, നമുക്കറിയാം ഇത് കേരളത്തിലെ മാത്രം ഒരു പ്ലാൻ അല്ല, അത് പ്ലാൻ സൗത്ത് ആണ്. പ്ലാൻ സൗത്ത് എന്ന് പറയുമ്പോഴേക്കും സൗത്ത് 6 തെക്കൻ സംസ്ഥാനങ്ങളിലെ 126 സീറ്റുകളിൽ പരമാവധി സീറ്റുകൾ നേടുക എന്നുള്ളത് BJPക്ക് ഒരു നിർണായകമാണ്. അതിന് കാരണം രണ്ടാണ്. ഒന്ന്, 400 സീറ്റുകൾ എന്നുള്ള അല്ലെങ്കിൽ 370, BJPക്ക് മാത്രം 370 എന്നുള്ള അവരുടെ ഡ്രീം നമ്പറിലേക്ക് എത്തണമെങ്കിൽ അത് അനിവാര്യമാണ്. ഇനി അതല്ല, ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ രാജസ്ഥാനും മധ്യപ്രദേശും മഹാരാഷ്ട്രയും ഒക്കെ അവർക്ക് കിട്ടാവുന്നതിന് പരമാവധി എന്നാൽ 100-100 എന്നൊക്കെ പറയാവുന്ന തരത്തിൽ മാക്സിമത്തിൽ നിൽക്കണം. അതിൽ ഒരു കൂടുതൽ സീറ്റ് പ്രതീക്ഷ കഴിയില്ല. അവിടെ ഉണ്ടാവുകയാണെങ്കിൽ കുറവേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അവിടെ എന്തെങ്കിലും കുറവുണ്ടാവുകയാണെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ ഈ മേഖലകളിൽ ആണ് സീറ്റ് കൂട്ടുന്നത്. അങ്ങനെ വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി അച്ചടക്കത്തോടുകൂടി BJPയുടെ RSN സംഘടനാ മെഷീനറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വർക്കൗട്ട് ആകുന്നു. അത് BJPക്ക് ഒരു സീറ്റ് അല്ലെങ്കിൽ 2 സീറ്റ് എന്ന തരത്തിലേക്കൊക്കെ കേരളം കൊടുക്കുമോ എന്നത് മാത്രമാണ് ചോദ്യം. ബാക്കി അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർത്തിയാക്കി പോയി തെലങ്കാനയിലേക്കാണ് പോകുന്നത്. തെലങ്കാന, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഈ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി ഇതുപോലെ റാലി അടക്കം 3-4 പരിപാടികളടക്കം അദ്ദേഹം സംഘടിപ്പിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കാൻ നൂറുകണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. അതിനുശേഷം അവരിപ്പോൾ മടങ്ങുകയാണ്. ഇവിടുന്ന് വലിയ ചൂടായിരുന്നു കൃഷിന്. ആ ചൂടിനെ അതിജീവിച്ചുകൊണ്ട് 11 മണി മുതൽ 1 മണിക്ക് എത്തുമെന്ന് അറിയിച്ചത്. പക്ഷേ 1 മണിക്ക് വന്നിരുന്നില്ല. പ്രധാനമന്ത്രി എത്തിയപ്പോൾ 2-2:30 അതുവരെയും ആ കൊടിയ ചൂടിനെ അതിജീവിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുകയായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയപ്പോൾ തന്നെ കുറേ അധികം ആളുകളൊക്കെ ഇറങ്ങി. കാര്യം അത്രത്തോളം ചൂടായിരുന്നു പ്രധാനമന്ത്രി കാണുക എന്ന ഉദ്ദേശത്തിൽ വന്ന പ്രവർത്തകരൊക്കെ അപ്പോഴൊക്കെ കുറച്ചുപേരൊക്കെ പ്രായമായവരൊക്കെ പോകുന്നുണ്ടായിരുന്നു. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരള ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം വലിയ വീറും വാശിയുമുള്ള ഒരു ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കുറച്ച് ദിവസങ്ങളായി തുടരുന്നു. അതിങ്ങനെ കൂടിക്കൂടി വരുന്ന നാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീയതി പ്രഖ്യാപനം കൂടിയാകുമ്പോൾ അതങ്ങനെ ഉച്ചസ്ഥായിലേക്ക് ഉയരുന്നു. അങ്ങനെ കളം പിടിക്കുന്നു കേരളത്തിലെ ഇലക്ഷൻ രംഗം. കൃഷ്ണ, ഹാഷ്മി പറഞ്ഞ പോലെ തന്നെ മിഷൻ സൗത്ത് ഇന്ത്യ, ദക്ഷിണേന്ത്യ പിടിക്കുക എന്ന ഒരു നടപടിയുടെ ഭാഗമായി കൂടിയായിരുന്നല്ലോ പ്രധാനമന്ത്രിയുടെ സന്ദർശനം, കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്നതിൽ ഉപരിയായി. മാത്രവുമല്ല, കേരളത്തിൽ ഇപ്പോൾ തുടർച്ചയായി പ്രധാനമന്ത്രി എത്തിക്കൊണ്ടിരിക്കുകയാണ്, വിവിധ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം ദക്ഷിണേന്ത്യക്ക് അതിൻ്റെതായ ഒരു ഹൃദയമുണ്ട്, നിലപാടുകളുണ്ട്, രീതികളുണ്ട്. ഈ ദക്ഷിണേന്ത്യയുടെ ഹൃദയം പിടിക്കാനാകുന്ന എന്തൊക്കെ തരം കാര്യങ്ങളാണ് പ്രധാനമന്ത്രി അവിടെ പറഞ്ഞത്? ഈ സ്ഥിരമായി വരുമ്പോൾ പറയുന്ന കാര്യങ്ങളിൽ ഉപരിയായി എന്തെങ്കിലും പറയുകയുണ്ടായോ?
ഇല്ല, കോൺഗ്രസിനെയും CPM-നെയും കണക്കിന് പ്രഹരിക്കുക, പരിഹസിക്കുക തുടങ്ങിയ അതേ രീതി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചത്. കോൺഗ്രസ് മുത്തലാഖിനെ എതിർക്കുന്നു. 19ാം നൂറ്റാണ്ടിലേക്കാൾ പിന്നിലാണ് കോൺഗ്രസിന്റെ ചിന്ത. OBC ബില്ലിനെയും എതിർക്കുന്നു. വിശ്വാസങ്ങളെ തകർക്കാനാണ് UDF LDF ശ്രമം എന്ന പഴയ പല്ലവി ആവർത്തിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിനിടയിൽ ഈ പറയുന്ന പഴയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ പത്തനംതിട്ടയിലെ 3.5 ലക്ഷം ജനങ്ങൾക്ക് ജൽജീവൻ മിഷൻ വഴി വെള്ളം നൽകാൻ കഴിഞ്ഞു. LPG കണക്ഷൻ നൽകി. 5 ലക്ഷം ആളുകൾക്ക് കല്യാൺ ഗരീബ് യോജന പദ്ധതി പ്രകാരം സൗജന്യ റേഷൻ നൽകി. കേരളത്തിലെ വികാരം കേന്ദ്രത്തിലധികം എവിടെ നിന്ന് MP-മാർ വേണമെന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു എന്നതല്ലാതെ പുതിയതായ എന്തെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം രാഷ്ട്രീയമാണെങ്കിൽ തന്നെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ 4 മാസങ്ങൾ 3 തവണ ഇവിടെ വന്നതാണ്. അപ്പോഴൊക്കെ ഒരു പരിപാടിയിൽ മാത്രമാണ്, രാഷ്ട്രീയ പരിപാടി അല്ലാതിരുന്നത്. അതൊഴിച്ച് രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുത്തപ്പോഴൊക്കെ ഇതേ രാഷ്ട്രീയം തന്നെയാണ് ഏറിയും കുറഞ്ഞും പറഞ്ഞുകൊണ്ടിരുന്നത്, LDF-നെതിരെയും UDF-നെതിരെയും. അതല്ലാതെ പുതിയ ഒരു രാഷ്ട്രീയ ആരോപണം എന്താണ്, ഒരു പക്ഷേ ഒരു ഇലക്ഷൻ ചേഞ്ചർ ആയേക്കാവുന്ന, ഗെയിം ചേഞ്ചർ ആയേക്കാവുന്ന, ഒരു ഇലക്ഷൻ എന്താണ് വരും ദിവസങ്ങളിൽ ചർച്ച ആയേക്കാവുന്ന എന്തെങ്കിലും ഒരു കാമ്പുള്ള കാതല എന്തെങ്കിലും ഒരു വിഷയം പ്രധാനമന്ത്രി പറഞ്ഞു എന്നത് ശ്രദ്ധയിൽപ്പെട്ടില്ല. അതുമാത്രമല്ല, BJP-യുടെ വരും ദിവസങ്ങളിലെ പ്രചരണത്തിന്റെ അജണ്ട എന്താകും അവർ ഫോക്കസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാകും എന്ന ചില സൂചനകളൊക്കെ ഉണ്ട്. പക്ഷേ അതിലും അങ്ങനെ കാര്യമായ ഒരു ജനറൽ പൊളിറ്റിക്കൽ രാഷ്ട്രീയം പറഞ്ഞു പോകുന്നല്ല പ്രധാനമന്ത്രി. BJP-യുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ പ്രധാനമന്ത്രി BJP-യുടെ ഒരു സ്റ്റാർ മണ്ഡലമെന്ന് അവർ കരുതുന്ന പത്തനംതിട്ടയിൽ നടത്തിയ പ്രസംഗത്തിന്റെ വിശദാംശങ്ങളാണ് ഹാഷ്മി താജ് ഇബ്രാഹിം വ്യക്തമാക്കിയത്.